സിരിജി, ബലൂചിസ്ഥാന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണങ്ങൾ പലപ്പോഴും പലരും ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അത് സ്ഥിരീകരിച്ചില്ല. ഇപ്പൊ അഖിൽ മാരാർ അടക്കം ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു ബലൂചിസ്ഥാൻ ഇന്ത്യ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇപ്പോ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പാകിസ്ഥാൻ പറയുകയാണ് ബലൂചിസ്ഥാന് എല്ലാ ആയുധങ്ങളും നൽകി സഹായിക്കുന്നത് ഇന്ത്യയാണ്, അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജാഫർ എക്സ്പ്രസ് അടക്കം അട്ടിമറിക്ക് ശ്രമിച്ചതിന് പിന്നിൽ ബലൂചിസ്ഥാനെ സഹായിച്ചത് ഇന്ത്യയാണ്. ചില സൈനിക ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പറയുന്നത്. അതായത് ഭീകര താവളങ്ങൾ മൊത്തവും ഇന്ത്യ തകർത്തപ്പോൾ കിളി പോയിരിക്കുകയാണോ പാകിസ്ഥാന്റെ? ശരിക്കും പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാനിലെ തീവ്രവാദത്തിന്റെ മുഴുവൻ ഉൽപ്പാദകർ ഇന്ത്യയാണ് എന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ഭീകരവാദ പ്രശ്നങ്ങൾ അവർക്ക് രൂക്ഷമായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തി അവിടുത്തെ 9 ഭീകര തീവ്രവാദ ക്യാമ്പുകൾ തകർത്തു. ഇതെല്ലാം തകർത്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ സൈനിക വക്താവായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഇപ്പോൾ പുതിയ ആരോപണമായി വന്നത്. അതായത് ബലൂചിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ അവർക്ക് അവിടെ എന്താ പറയുക ടെറർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അവർക്ക് പണവും ആയുധങ്ങളും ഒക്കെ നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ സഹായം ചെയ്തു നൽകുന്നതിൻ്റെ പല തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇന്ത്യ ഭീകരവാദത്തെ സഹായിക്കുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ അറിയിക്കാൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തുന്നു. ഇതിൻ്റെ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ ചെന്ന് സംസാരിച്ചപ്പോൾ പറയുന്നത് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് സിന്ദൂരമാണ്. അപ്പോൾ സിന്ദൂരം എങ്ങനെയാണ് വെടിമരുന്നായി മാറുന്നതെന്ന് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ പറയുന്ന ലഫ്റ്റനന്റ് ജനറൽ ഈ നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബലൂജ് മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആഭ്യന്തര കലാപം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ റിപ്പബ്ലിക് ഓഫ് ബലൂജായി മാറുന്നു എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാൻ ആർമി എവിടെ കണ്ടാലും അവർ ആക്രമിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിലനിൽപ്പില്ല. ഇത് അവർക്ക് നാണക്കേടാണ്, വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അവരുടെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് ജനങ്ങൾ ഓടിക്കയറിയും ഈ AK-47 തോക്കുമായിട്ട് എന്നിട്ട് വീടിന് തീ വെക്കുകയൊക്കെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അവിടെയുള്ള ആളുകൾക്ക് അനാവശ്യമായി അവരുടെ ഒരു എന്താ പറയുക കാർഷിക ആവശ്യങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളത്തെ വഴിതിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മന്ത്രിക്ക് പോലും ഭീഷണി ഉണ്ടാകുന്നു, മന്ത്രിയുടെ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നു. ഇതൊക്കെ തന്നെ പാകിസ്ഥാന് നാണക്കേടാം. ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ പറയുകയാണ് നേരത്തെ ബലൂചിസ്ഥാൻ ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി. ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ആസൂത്രണം മുഴുവൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അവർക്ക് സഹായം ചെയ്തു കൊടുത്ത ഇന്ത്യയാണ്. അപ്പോൾ ലോകത്തിന് മുന്നിൽ അവർ പറയുകയാണ് ഞങ്ങൾ ഭയങ്കര നിരപരാധികളാണ്, ഒപ്പം ഇന്ത്യ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഇന്നും പാകിസ്ഥാൻ കൈക്കൊള്ളുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്നാണോ പാകിസ്ഥാൻ തീവ്രവാദം നിർത്തുന്നത് അന്നായിരിക്കും. അപ്പോൾ നിലപാട് വളരെ കറക്റ്റ് ആണല്ലോ. അപ്പോൾ പാകിസ്ഥാൻ ഈ നാണക്കേട് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു മേജർ ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരു ജവാൻ നമ്മുടെ അയാൾ കശ്മീരിൽ ജോലി ചെയ്യാണ്. അയാൾ മജീദ് എന്ന് പറയുന്ന ഒരാളെ റിക്രൂട്ട് ചെയ്തു. ഈ മജീദാണ് പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആസൂത്രണങ്ങളൊക്കെ നടത്തിയത്. ഈ മജീദിനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി, 76,000 പാകിസ്ഥാൻ രൂപ പിടികൂടി, അതുപോലെ തന്നെ ആധുനിക ബോംബുകൾ പോലെയുള്ള സംവിധാനങ്ങൾ പിടികൂടി. അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇന്ത്യയിലെ 2 ജവാന്മാരുടെ സഹായത്തോടെ ഇയാളെ റിക്രൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇയാൾക്ക് ഇന്ത്യൻ സൈന്യം പരിശീലനം നൽകുന്നു. എന്നിട്ട് ഇവിടെ കൊണ്ട് ആക്രമണം നടത്തുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് നുഴഞ്ഞു കയറുന്നു, പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്. അപ്പോൾ 54ഓളം തെഹരിക്കെ ഈ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. ഇതാണ് ഖൈബർ പഷ്തൂൺഖ മേഖലയിലൊക്കെ ഉള്ളത്. അവർ നുഴഞ്ഞു കയറിയപ്പോൾ പാകിസ്ഥാൻ അവരെ വെടിവെച്ച് വന്നു, 54 പേരെ കൊന്ന്. അവരിൽ നിന്ന് കിട്ടിയ തെളിവുകൾ നോക്കിയപ്പോൾ അത് ഇന്ത്യയാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ മോശപ്പെടുത്താനായിട്ട്, ഇന്ത്യ തീവ്രവാദത്തെ വളർത്തുന്നു പറയാനായിട്ട് ടെറർ നെറ്റ്വർക്കിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയാണെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ വൃഥാശ്രമങ്ങളാണ് നടത്തുന്നത് അല്ലേ? ഈ പാകിസ്ഥാനികൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം 9 ഭീകര താവളങ്ങളാണ് പാകിസ്ഥാനിൽ നമ്മൾ അടിച്ചു തകർത്തത്. ഭീകരരെയാണ് നമ്മൾ അവിടെ ലക്ഷ്യം വെച്ചത്. ആ ഭീകരർക്ക് വേണ്ടി പ്രവർത്തിച്ച് സൈന്യത്തിനെതിരെയാണ് നമ്മൾ ആയുധങ്ങളും മിസൈലുകളും ഉപയോഗിച്ചത്. എന്നിട്ട് പറയുകയാണ് ഇന്ത്യയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. ഇന്ത്യ എപ്പോഴും പറയുന്ന ഒരു നിലപാടുണ്ട്, ഭീകരവാദത്തെ വേരോടെ അറുത്ത് കളയാനാണ് ഞങ്ങൾ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത് എന്ന്. പാകിസ്ഥാൻ ഈ ഭീകരത അവസാനിപ്പിക്കുന്നുവോ അന്ന് ഞങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള ഇപ്പോഴുള്ള എല്ലാ ശത്രുതയും ഞങ്ങൾ അവസാനിപ്പിക്കും. കാരണം ഭീകരതയാണ് ഞങ്ങൾ വെറുക്കുന്നത് എന്നുള്ളത്. ബലൂചിസ്ഥാനിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ധാതുക്കൾ മിനറൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയി
പാകിസ്ഥാൻ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ട് പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ബലൂചിസ്ഥാൻ കയറി പ്രതിഷേധിക്കാനും ആക്രമിക്കാനും തുടങ്ങി. അത് ഇന്ത്യയിലെ തലയിൽ കൊണ്ടിടുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയെ ഇനി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എന്താ പറയുക, താറടിച്ച് കാണിക്കാൻ ഒരവസരം. അതുകൊണ്ട് ഞങ്ങൾ മജീദിനെ പിടികൂടി. മജീദ് പറയുന്നു മേജർ അടക്കമുള്ളവർ ഞങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നു, ഇന്ത്യൻ സൈന്യമാണ് ഞങ്ങളെ റിക്രൂട്ട് ചെയ്തത് എന്നൊക്കെയുള്ളത്. പിന്നെ പാകിസ്ഥാനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയിൽ ഇരിക്കുന്ന കുറെ പാക് പിന്നെ സ്നേഹിതർ വിശ്വസിക്കുന്നു എന്നുള്ളതല്ലാതെ രാജ്യത്ത് ഒരു രാജ്യ നേതാക്കളും അല്ലെങ്കിൽ ഒരു രാജ്യവും ഇത് വിശ്വസിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യ പറയണം ഞങ്ങൾ ബലൂചിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യ ഒരിക്കലും ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യമല്ല, ഭീകരതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ ബലൂചിസ്ഥാനിൽ ഭീകരരെ അയച്ച് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ പറയുന്നവർക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്, ചികിത്സിക്കാൻ സമയമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി, നമ്മൾ അധികം കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പേര്. അപ്പൊ ഇയാളെ പുതിയതായിട്ട് അതെ എന്നിട്ട് പറയാണ് ഇന്ത്യ ടെറർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ഈ ടെറർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ബലൂചിസ്ഥാൻ ആയുധവും പിന്നെ സഹായം കൊടുക്കുന്നു. ഇത് ആരാ പറയുന്നത്? എല്ലാം പാകിസ്ഥാനാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യ എവിടെയെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഒന്നും പറയുന്നില്ല. മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പിൽ പാകിസ്ഥാനിൽ ചില അജ്ഞാത ആക്രമണങ്ങളൊക്കെ ഉണ്ടായി. അതായത് ചില ഭീകര സംഘടനയുടെ നേതാക്കളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സിന്ദൂർ ഓപ്പറേഷൻ പൂർത്തിയായി. അതിനുശേഷം അജ്ഞാതൻ അവിടെ കയറി ആക്രമണം നടത്തുന്നു. അപ്പോഴും പറയുന്നു ഇന്ത്യയാണെന്ന്. നമ്മൾക്കിതറിയില്ല. നമ്മളുടെ സൈനിക നേതൃത്വത്തിനോ അല്ലെങ്കിൽ ചാര സംഘടനയ്ക്കോ ഒന്നും ഇതറിയില്ല. പക്ഷെ എന്നിട്ടും ഇന്ത്യയുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഇപ്പൊ ബലൂചിസ്ഥാനിലേക്ക് കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അത് ഒരു മജീദ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. നമ്മുടെ സൈന്യമാണ് ഇതിന് പരിശീലനം നൽകുന്നത്. ഇതൊക്കെ പറഞ്ഞ എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അല്ലേ? ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് തെഹരിക്ക താലിബാൻ. അപ്പൊ തെഹരിക്ക താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന തന്നെയാണ്. പാകിസ്ഥാൻ വലിയ ഭീഷണിയാണ്. കാരണം ഇവർക്ക് താലിബാന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അവിടെ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറുന്നു. അപ്പൊ നുഴഞ്ഞു കയറുന്നത് പാകിസ്ഥാനാണ് ഭീഷണി ഉണ്ടാക്കുന്നത്. അവിടെ കൊണ്ട് നമ്മൾ പൈസ കൊടുത്തോ നമ്മൾ ആയുധം കൊടുത്തോ അവരെ ഇങ്ങോട്ട് വിടുന്നതല്ലോ. അപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾ ഈ തെഹരിക്ക താലിബാൻ ആൾക്കാരെ 51 പേരെ വെടിവെച്ചു വന്നു. അവർക്ക് സഹായം കൊടുത്ത ഇന്ത്യയാണ്. എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തീവ്രവാദത്തിൻ്റെ ഒരു ഹാച്ചറി ആയിട്ട് മാറുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനോട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനവുമായിട്ട് രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ സിന്ദൂരം ചാലിച്ച് നിങ്ങളെ ഒരു സൈഡിലേക്ക് ഒതുക്കിയത് എന്ന് പറഞ്ഞാൽ തിരിച്ചടി നൽകിയത്. 9 വിമാനത്താവളം എയർബേസുകളാണ് തകർത്തത്. അതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നും ഇന്ത്യക്കെതിരെ ഞങ്ങൾ ശക്തമായി തിരിച്ചടി കൊടുത്തു എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വാർത്ത വിദേശ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത് മുമ്പോട്ട് വെച്ചു. അതായത് ഒരു എയർബേസിന്റെ ആദ്യത്തെ ചിത്രം, അതിനുശേഷം നമ്മൾ ആക്രമണം നടത്തിയ ശേഷം ഈ സാറ്റലൈറ്റ് ചിത്രം, അപ്പോഴാണ് അവിടെ മൊത്തം തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 9 ചിത്രങ്ങൾ പുറത്തു വിട്ടപ്പോൾ ലോകത്തിന് മനസ്സിലായി ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി. സത്യത്തിൽ നമ്മൾ ആക്രമണം നടത്തിയതിനാ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തിന് ഒരു മറുപടി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ പാകിസ്ഥാനെ കയറി ആക്രമിക്കുകയോ പാകിസ്ഥാനെ ഇല്ലാതാക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചില നേരങ്ങളിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പഹൽഗാമിൽ ഉൾപ്പെടെ നമ്മൾ ആക്രമണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം വീണ്ടും പറയുന്നു നമ്മളാണ് ഭീകര പ്രവർത്തനത്തിന്റെ സ്പോൺസേഴ്സ്, നമ്മൾ ടെറർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അത് ഏറ്റവും വലിയ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദത്തിന്റെ താവളമായി പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യ ഭീകരവാദികളെ അയച്ചുകൊണ്ട് പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യക്ക് ഭീകരവാദികളൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ വിട്ടാൽ മതി, പാകിസ്ഥാൻ തീർന്ന തരിപ്പണമാകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇത്തരം നുണക്കഥകളുമായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരണ്ട. ഇന്ത്യയുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ തുളച്ചു കയറുന്നത് നമ്മുടെ അത്യാധുനിക മിസൈലുകളായിരിക്കും.